ഘാതക്കിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻഫൻട്രി ബറ്റാലിയനെ സംബന്ധിച്ച് കമാൻഡോ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട് ബൽഗാമിൽ നടക്കുന്നത്. അത് മാൻഡേറ്ററി ആണ്. പ്രത്യേകിച്ച് ഓഫീസേഴ്സിനാണെങ്കിൽ അത് മാൻഡേറ്ററി ആണ്, അത് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഏകദേശം ഒരു 45 ദിവസം ഒക്കെ ഉള്ള കോഴ്സാണ്. അത് ഭയങ്കര ടഫ് കോഴ്സാണ്. അത് തന്നെ പല വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ജംഗിൾ വാർഫെയർ കോഴ്സ് ഉണ്ട്, പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഈ കമാൻഡോ കോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കമാൻഡോന് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സസ് ഉള്ളവരാണ് സാധാരണ നമ്മൾ ഘാതക് ബ്രിട്ടനിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 45 ഡേയ്സ് ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അവരുടെ മൈൻഡ് സെറ്റ് എല്ലാം കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് അവിടെ കിട്ടുന്നത്. അതായത് അതിനകത്ത് സർവൈവൽ സ്കിൽസും ഡെമോലിഷൻസും പിന്നെ ഷൂട്ടിങ്ങും എൻഡ്യൂറൻസ്. ഇപ്പോൾ 40 കിലോമീറ്റർ വെയിറ്റ് എടുത്തിട്ട് നടക്കുക, രാത്രി മാത്രം ഉറങ്ങാതെ പ്രവർത്തിക്കുക. ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമുക്കറിയാം, ഒരു കുറച്ച് നേരം പോലും ഉറങ്ങില്ലെങ്കിൽ നമ്മളേക്ക് അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പം 2-3 ദിവസമൊക്കെ ഉറങ്ങാതെ നടക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻഡ്യൂറൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ആക്ച്വലി ആ കമാൻഡോ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തായിട്ട് പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ദർ ആർ സം അതർ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, പിന്നെ അൺആം കോമ്പാറ്റും അതായത് കൈ വെച്ചിട്ടുള്ള കോമ്പാറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നവരെയാണ് സാധാരണ ഘാതക് പ്ലട്ടൂണിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതിനകത്ത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ടീം. അതുപോലെ തന്നെ അവർക്ക് കുറെ സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ്സും ആണ്. സ്നൈപ്പർ റൈഫിൾ ആയിരിക്കും ഉണ്ട്. പിന്നെ ഈ ഏറ്റവും അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ് കോമ്പാറ്റ്, അതായത് വളരെ അടുത്ത് നമുക്ക് ദൂരെ നിന്ന് ഫയർ ചെയ്യേണ്ട ആവശ്യമില്ല, തൊട്ടടുത്ത് നിന്നിട്ട് ഫയർ ചെയ്യേണ്ട അങ്ങനത്തെ ഉള്ള വെപ്പൻസ് ഒക്കെ ആയിരിക്കും കൂടുതലുള്ളത്. അങ്ങനെ ഉള്ള ഒരു നല്ല വെപ്പൻസും നല്ലപോലെ ട്രെയിനിങ് കിട്ടിയതും നല്ലപോലെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഘാതക് ടീം.